അർജുനൻ ഒരു സ്ഥലത്ത് ഉറങ്ങിപ്പോയി എന്നോ, അല്ലെങ്കിൽ ഒരു ആലസ്യം കാണിച്ചു എന്നോ, അല്ലെങ്കിൽ ഒരു അന്തല്യായ കാണിച്ചു എന്നോ മഹാഭാരതത്തിലൊന്നും ഒരിക്കലും കണ്ടിട്ടില്ല. ഈ ഉറക്കത്തെ ജയിച്ചവൻ എന്ന ആ ഒരു പ്രയോഗം കൊണ്ട് എന്തും കൂടി അർത്ഥമെടുക്കാം, സ്ഥിരോത്സാഹി എന്നും കൂടി എടുക്കാം. എന്താണ് ഉറക്കത്തെ ജയിച്ചവൻ എന്ന് പറഞ്ഞാൽ എന്തർത്ഥമുണ്ട്? സ്ഥിരോത്സാഹി. ഇത് സ്ഥിരോത്സാഹി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മുടെ നാട്ടിൽ ഉത്സാഹികളൊക്കെ ഉണ്ട്, സ്ഥിരോത്സാഹികൾ കുറവാ. ഉത്സാഹിച്ച എന്തർത്ഥം? ഉത്സാഹി എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണെന്നാണെങ്കിൽ, ഇപ്പം അപ്പുറത്തുള്ള ആൾക്ക് ജോലി കിട്ടി, അയാൾക്കിപ്പോൾ നല്ല വരുമാനമാണ്, 5-10 കൊല്ലമായി പണിക്ക് പോകണം, നല്ല എന്താണ് നല്ല സമ്പാദ്യമൊക്കെ കണ്ടത്രേ. അപ്പം നമ്മൾ എന്ത് വിചാരിച്ചു? അങ്ങനെയല്ലേ നമുക്ക് ജോലി കിട്ടി. അപ്പം നമ്മൾ വിചാരിച്ചെന്ത് കേമാണ്, നമ്മളങ്ങോട്ട് ഉത്സാഹിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തോന്നി വേണ്ടിയിരുന്നില്ല എന്ന്. എന്ത് സമ്പാദ്യമൊക്കെ ഉണ്ടാവും, എന്നാലും പണിയെടുക്കല അത്ര എളുപ്പമൊന്നും അല്ല. കണ്ടോ ഉത്സാഹം? അത് കണ്ടപ്പോൾ ഉണ്ടായ കുറച്ച് നേരത്തേക്കുള്ളൊരു അത് കഴിഞ്ഞപ്പോൾ അത് പോയി. അങ്ങനെയുള്ളവരൊന്നും ജീവിതത്തിൽ എന്ത് ചെയ്യില്ല, നേരെയാവില്ല. സ്ഥിരോത്സാഹമാണ് വേണ്ടത്. ഉത്സാഹം മാത്രം പോരാ, സ്ഥിരോത്സാഹം ഉണ്ടാവണം എന്നർത്ഥം. അതാണ് അർജുനൻ ഈ നിലയിലെത്തിയത്. പലപ്പോഴും അർജുനനെ കുറിച്ച് പറയുമ്പോൾ അർജുനേക്കാൾ മിടുക്കനാണ് കർണൻ എന്നൊക്കെ പറഞ്ഞ അർജുനനെ കുറച്ച് കാണിക്കാനായിട്ട് മറ്റുള്ളവരെ ഉയർത്തി കൊണ്ടുവരണ്ട. കർണൻ്റെ പോരായുണ്ട്, കഴിവുണ്ട്. അർജുനൻ്റെ പോരായുണ്ട്, കഴിവുണ്ടെങ്കിൽ അർജുനൻ പോരായല്ല മുമ്പിലേക്ക് എടുക്കാറ്, കഴിവാണ്. വ്യത്യാസം മനസ്സിലായോ? അർജുനൻ്റെതായ പോരായകളൊക്കെ ഉണ്ട്, കഴിവുണ്ട്. കർണനും കർണൻ്റെതായ പോരായൊക്കെ ഉണ്ട്, കഴിവുണ്ട്. പക്ഷെ കർണൻ്റെ പോരായ ഇടയ്ക്കിടയ്ക്ക് കർണൻ പുറത്തേക്ക് എടുക്കും. പോരായ പറഞ്ഞ കഴിവില്ലായകൾ ചിലത് പുറത്തേക്ക് എടുക്കും. 3-4 തവണ യുദ്ധം ചെയ്ത സമയത്ത്, ഈ പാണ്ഡവന്മാരോട് യുദ്ധം ചെയ്ത സമയത്ത് അർജുനനെ കൊല്ലാൻ ഞാൻ മതി എന്നിങ്ങനെ നാമം ചെല്ലും പോലെ ചെല്ലി നടക്കണവനാണ് ആര്? കർണൻ എപ്പോഴും അതാ പറയുക, അർജുനെ കൊല്ലാൻ ഞാൻ മതി, അർജുനേക്കാൾ സമൻ, അർജുനേക്കാൾ കേമനാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് നടക്കുക. ഇത് കേട്ടിട്ടാണ് ദുര്യോധനൻ പിന്നെ പിടിച്ച് കസേരയിലിരുത്തിയിട്ട് പിട്ടും കടലയും ചായയും കാപ്പിയൊക്കെ കൊടുത്ത് വളർത്തി കൊണ്ടുവരുന്നത്. എന്തിന്? അർജുനന് പകരക്കാരനായിട്ട്. പക്ഷേ ഈ അർജുനനോട് യുദ്ധം ചെയ്തിട്ട് 4-5 തവണ ഓടിപ്പോന്നവനാണ് ആര്? പല തവണ ഓടിയിട്ടുണ്ട്. ഈ ഘോഷയാത്ര എന്ന് കേട്ടിട്ടുണ്ടോ? ഘോഷയാത്ര. കൗരവന്മാർ ഘോഷയാത്രയായിട്ട് എവിടേക്ക് പോയി? പാണ്ഡവന്മാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ഈ ചിത്രസേന ഗന്ധർവൻ്റെ കയ്യിൽ നിന്ന് തോറ്റ് ഓടിയിട്ട് ഏതോ കാട്ടിൽ ഒളിച്ചിട്ട് വഴിയിൽ നിന്ന് ആണ് പിന്നെ ആരുടെ കൂടെ കൂടിയത്? ദുര്യോധന ഓട്ടോറിക്ഷയിൽ വരുമ്പോൾ കാട്ടിൽ നിന്ന് എവിടുന്നോ ഓണിയിട്ട് ആ ഓട്ടോറിക്ഷയിൽ പറ്റി കൂടിയിട്ടാണ് ആര് പോയത്? കർണൻ പോയത്. അതൊന്ന്. പിന്നെ ഈ ഘോഷയാത്രയുടെ മാതിരി തന്നെ വിരാടൻ്റെ പശുക്കളെ മോഷ്ടിച്ച ഗോഹരണം. വിരാടൻ്റെ പശുക്കളെ മോഷ്ടിച്ചുകൊണ്ട് ഗോഹരണമല്ല വിരാട പർവ്വത്തിലെ, ആ സമയത്തും കർണനൊക്കെ പോയിരുന്നു. കർണനെ ഓടിച്ചു വിടുകയുണ്ടായത്. അപ്പം അങ്ങനെ കുറേ ഒക്കെ ഉണ്ട്. എന്നാലും കർണൻ പിന്നെ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കും? ഈ വർത്തമാനം പറയും. അപ്പം അതാണ് കർണൻ്റെ പോരായ. പക്ഷെ ആ പോരായ ഇടയ്ക്കിടയ്ക്ക് അർജുനന് ഇതുപോലെ പോരായൊക്കെ ഉണ്ടാവും. എങ്കിലും ആ പോരായ അർജുനൻ എന്ത് ചെയ്യാറില്ല? പുറത്തേക്ക് എടുത്ത് കാണിച്ച് അത് തൻ്റെ കയ്യിലുണ്ടെന്ന് ആരെ കാണിക്കാറില്ല. ശരിയല്ലേ? അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമുക്ക് തന്നെ അറിയില്ല അർജുനൻ എന്തെങ്കിലും പോരായുണ്ടോ ചോദിച്ചാൽ ഒന്നും ഉള്ളതായിട്ട്. പക്ഷെ അർജുനൻ്റെ നിലയിലെത്തിയത് എങ്ങനെയാ ചോദിച്ചാൽ കഠിനമായ അധ്വാനം കൊണ്ടാണ്. ഗുരുനാഥൻ പഠിപ്പിച്ചു കൊടുത്തു വെച്ചാലും ആ ഗുരുനാഥൻ പഠിപ്പിച്ചവരെന്നെയാണ് 104 വേറെ ഉണ്ട്. ഇതേ ഗുരുനാഥൻ്റെ കീഴിലിരുന്ന് ഒരേ മുറ്റത്തിരുന്ന് പഠിച്ചവരാണ് 104 തൻ്റെ സഹോദരന്മാർ 4 100 മറ്റേതും. എന്നിട്ടൊന്നും അവരൊന്നും ആരുടെ മാതിരി ആയില്ല? അർജുനൻ്റെ മാതിരി ആയില്ല എന്ന് വെച്ചാൽ അർത്ഥം അർജുനൻ ആ പഠിപ്പിച്ചതിനെ നല്ലോണം പഠിച്ച് മനസ്സിലാക്കി അനുസന്ധാനം ചെയ്ത് എന്ത് ചെയ്തു? മുമ്പിലേക്ക് പോയി കഠിനമായി അധ്വാനം ചെയ്തു. നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടത്. അർജുനന് ഇരുട്ടത്ത് ചോറ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയത് ദ്രോണാചാര്യർ ചെയ്ത പണിയാണ്. ഇരുട്ടത്ത് ചോറ് കൊടുക്കരുത് പറഞ്ഞു. എന്തിനാ ഇരുട്ടത്ത് ചോറുണ്ടാൽ ചില കാര്യങ്ങളൊക്കെ അർജുനെ മനസ്സിലാക്കി. അർജുനൻ എന്ത് ചെയ്തു? മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സവ്യസാജ്യ ഇതൊക്കെ എങ്ങനെയാണ്? ശബ്ദവേദി, അസ്ത്രം പഠിച്ചത് അങ്ങനെയാണ്. ഇതൊക്കെ എന്താ കാരണം? അവനവൻ്റെ ഉത്സാഹമാണ്. അപ്പം ആരെത്ര നല്ല മാഷ് പഠിപ്പിച്ചു അതുകൊണ്ട് നമ്മൾ നന്നായിക്കൊള്ളണമെന്നൊന്നും ഇല്ല. നല്ല വലിയ യോഗ്യന്മാരായ മാഷന്മാർ പഠിപ്പിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. 4 ആളോട് പറയാം, ഞാൻ അദ്ദേഹത്തിന് ശിഷ്യൻ പഠിപ്പിച്ചിട്ട് പറയാം. പക്ഷെ മണുഗുണമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആ പഠിപ്പിച്ചതിനനുസരിച്ച് അനുസന്ധാനം ചെയ്ത് പഠിച്ചുറപ്പിച്ചത് നന്നായവരൊക്കെ നേരെയാവും. അതുകൊണ്ട് മാഷെ കുറ്റം പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ല. അതാണ് ഇതേ പ്രകാരം. അപ്പം ഇവിടെ അർജുനൻ ആ കഠിനാധ്വാനം ചെയ്തു വന്ന അർജുനനാണ്. അതുപോലെ അർജുനൻ്റെ ഒപ്പം വെളിച്ചായിട്ട് ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച് എന്നാലൊരു സാധാരണക്കാരൻ്റെ പാതിരി അർജുനൻ്റെ കൂടെ നടന്ന ഭഗവാനും കൂടി പറയാൻ പോണു എന്ന് പറയുമ്പോഴാണ് ഇത്രയും കാലം ഭഗവാനെക്കുറിച്ചും അർജുനെക്കുറിച്ചും പറയാത്തൊരു പ്രയോഗം വേദവ്യാസർ
പറഞ്ഞു നിർത്തി അതിൻ്റെ കാര്യം. അപ്പം അർജുനൻ എന്ത് ചെയ്തു? ഈ വിധത്തിലൊക്കെ പ്രവർത്തിച്ച് പറഞ്ഞു, ശിഷ്യനാണ്, ഉപദേശിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ഒക്കെ സമർപ്പിച്ചു. അങ്ങനെ വേണ്ട മാതിരി ഉപദേശിച്ചോളൂ, അങ്ങനെ ഉപദേശിച്ചോളൂ, വേണ്ട മാതിരി ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് എന്ന് പറഞ്ഞാൽ അർജുനൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ശരി, ഉപദേശിച്ചോളൂ, ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുകയല്ലേ വേണ്ടത്. പക്ഷെ അർജുനൻ എന്താ ചെയ്തത്? നയോത്സ്യ ഇത്, ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞു. മനസ്സിലായില്ല? പറഞ്ഞ പ്രയോഗം മനസ്സിലായില്ല? അങ്ങെന്താ പറയുന്നു വെച്ചാൽ അതുപോലെ ചെയ്തോളാം ഞാൻ എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ തിരക്കേടില്ല. ഇവിടെ എന്താ പറഞ്ഞത്? ഞാൻ അല്ലേ ശിഷ്യസ്തേഹം ശാഠ്യമാം ത്വാം പ്രപന്നം. ആ ശ്ലോകം ഓർമ്മയില്ലേ? ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, അങ്ങനെ ഉപദേശിച്ചോളൂ, നല്ലോണം ഞാൻ അങ്ങനെ നമസ്കരിക്കുകയാണ് എന്ന് പറഞ്ഞ് നമസ്കരിക്കലൊക്കെ ഉണ്ടായി. അപ്പം അങ്ങനെ നമസ്കരിച്ച് ഗുരുനാഥനായിട്ട് സമർപ്പിച്ചാൽ പിന്നെ എന്ത് വേണം? പിന്നെ അർജുനൻ സ്വയം തീരുമാനമെടുക്കാൻ പാടില്ലായിരുന്നു. ഡോക്ടറെ ചെന്ന് കണ്ടു, ഡോക്ടറോട് പറഞ്ഞു പനി തലവേദനയൊക്കെയാണ്, ഞാൻ മരുന്നൊന്നും കഴിക്കില്ല. അങ്ങനെ പറയാൻ പാടുണ്ടോ? നമ്മളെന്താ ചെയ്യേണ്ടത്? രോഗി ഡോക്ടറെ അടുത്ത് വയ്യ, അങ്ങനെ പനിയും തലവേദനയൊക്കെ ഉണ്ട്, എന്താ മരുന്ന് തന്നോളൂ, ഞാൻ നേരം തരം നോക്കി കഴിച്ചോളാം എന്നും പറഞ്ഞു വെച്ചാൽ ഡോക്ടർക്ക് എഴുതി കൊടുക്കാം. ശരിയല്ലേ? അത് അതായത് അർജുനൻ തൻ്റെ ഈ വേവലാദികൾ, തൻ്റെ അകത്തുണ്ടായ വിഷമങ്ങളൊക്കെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചു, അവിടെ നമസ്കരിച്ചു, ഭാരം ഒഴിഞ്ഞു. പക്ഷെ എന്ത് ചെയ്തു? അതിൻ്റെ ഇടയ്ക്ക് സ്വയം തീരുമാനമെടുക്കലും കഴിച്ചു. ഇത് ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണത്. എന്താ കാരണം? നമ്മുടെ ഗുരുനാഥന്മാരുടെ അടുത്ത് ചെന്ന് കണ്ടുമുട്ടി വേണ്ട മാതിരിയൊക്കെ മനസ്സിലാക്കി തൊഴുത് ആ അനുഗ്രഹം വാങ്ങാൻ പോകുക വെച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? സ്വയം അവിടെ ഒരു മറ പിടിക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? ഇപ്പം മറ പിടിക്കുക. അപ്പം അതാണ് നയോത്സ്യേ, ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ആര് നിർത്തിയത്? അർജുനൻ നിർത്തി. പക്ഷേ ഭഗവാന് കാര്യം മനസ്സിലായി. ഇത്രയും നേരം മിണ്ടാതിരുന്ന ഭഗവാൻ അർജുനൻ്റെ ഈ ഇത്രയൊക്കെ കേട്ടിട്ടൊന്നും മിണ്ടിയില്ലല്ലോ. ഒന്നാം അധ്യായം രണ്ടാം അധ്യായമൊക്കെ ഇത്രയൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടും അർജുനനോട് ആരും ഒന്നും മിണ്ടിയിട്ടില്ല. ഭഗവാൻ മിണ്ടിയിട്ടില്ല. ആകെ മിണ്ടിയത് രണ്ടാം അധ്യായത്തിൻ്റെ ആരംഭത്തിലുള്ള ആ കുതസ്തു കശ്മലമിതം എന്ന് ചോദിച്ച 2 പദ്യങ്ങൾ. ആ പദ്യം കേട്ടപ്പോഴേക്ക് കുറച്ചും കൂടി ദുഷ്ടം എന്ത് ചെയ്തു? പുറത്തേക്ക് ഇങ്ങോട്ട് പോകുന്നു. ആ കുതസ്തു കശ്മലമിതം വിഷമേ സമവസ്ഥിതം മനാര്യയുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന ക്ലൈബ്യം അസ്മകം അപ്പാർത്ഥ നൈതൽ തൊയ്യുപപദ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്കുതു ഉത്തിഷ്ഠാ പരന്തവ എന്ന് പറഞ്ഞില്ലേ? ആ 2 പദ്യത്തിൽ പറഞ്ഞ കാര്യമല്ലാതെ വേറെ ഒന്നും ആര് പറഞ്ഞില്ല. അത് പറഞ്ഞിട്ട് അതിന് ശേഷമാണ് പിന്നെ ശിഷ്യനായതും നമസ്കരിച്ചതൊക്കെ. അപ്പം ഭഗവാന്റെ വാക്യാണ്. ഇനി 10ാമത്തെ പദ്യം. അത് പറഞ്ഞിട്ടില്ലല്ലോ കഴിഞ്ഞ ക്ലാസ്സിലെ? 10ാമത്തെ പദ്യമാണ് പറയുന്നത്. ശ്രദ്ധിച്ചോളൂ. ഭഗവാൻ പറയുകയാണ്, തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. ചൊല്ലിത്തരാം, കേട്ടോളൂ, ചൊല്ലിക്കോളൂ. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. പദ്യത്തിലെ പദങ്ങൾ നമുക്ക് നോക്കാം. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. ഇതാണ് അതിലത്തെ പദങ്ങൾ. ഈ ചേർത്ത് പറഞ്ഞ പദങ്ങളുണ്ടാവും. സന്ധി ചേർത്ത പദങ്ങളെ സന്ധി വേർപെടുത്തി മനസ്സിലാക്കി വെക്കണം. തമുവാച എന്ന് പറഞ്ഞ വാക്ക് 2 വാക്ക് ചേർന്നിട്ടുണ്ടായതാണ്. തം അധികം ഉവാച, തമുവാച. തം എന്നൊരു വാക്ക്, ഉവാച രണ്ടാമത്തെ വാക്ക്, തമുവാച. ഹൃഷീകേശ അതൊരു പദമാണ്. പ്രഹസന്നിവ അതിൽ 2 വാക്കുണ്ട്. പ്രഹസന്നിവ, പ്രഹസന്ന് അധികം ഇവ, പ്രഹസന്നിവ, പ്രഹസന്ന് അധികം ഇവ, പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ. അത് 3 പദങ്ങൾ ചേർന്നതാണ് ആ വാക്ക്. സേനയോഹോ ഉഭയോഹോ മധ്യേ.
സേനയോഹ അധികം ഉഭയോഹ അധികം മധ്യേ. സേനയോരുഭയോർമധ്യേ. സേനയോഹ ഉഭയോഹ മധ്യേ. സേനയോരുഭയോർമധ്യേ. പിന്നെ വിഷീദന്തമിതം. വിഷീദന്തമിതം എന്നുള്ളത് രണ്ട് വാക്കാണ്. വിഷീദന്തം അധികം ഇദം. വിഷീദന്തം അധികം ഇദം. പദങ്ങൾ ശരിയായില്ല. ഇനി ആ പദങ്ങൾ, എല്ലാ പദങ്ങളും മുറിച്ച പദങ്ങളും ഓരോന്നോരോന്ന് പറയാം. തം ഉവാച ഹൃഷീകേശ പ്രഹസന്ന ഇവ ഭാരത സേനയോഹ ഉഭയോഹ മധ്യേ വിഷീദന്തം ഇദം വചഃ. ഇതാണ് അതിലത്തെ പദങ്ങൾ. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത. അതായത് തം ഉവാച, തം ഉവാച അദ്ദേഹത്തോട് പറഞ്ഞു. ആരോട്? ഇപ്പം അർജുനനാണല്ലോ ഇപ്പോൾ അവിടെ ഒന്നും ചെയ്യില്ല, ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിശബ്ദമായിട്ട് അവിടെ ഇരുന്നത്. ആ നിശബ്ദമായിട്ടിരിക്കണേ അർജുനനോട്. തം എന്ന് പറഞ്ഞാൽ തം അദ്ദേഹത്തോട്, അവനോട് എന്നൊക്കെ അർത്ഥം. ഇവിടെ അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരോടെ പറഞ്ഞു എന്നർത്ഥം? അങ്ങനെയാണല്ലോ. ഇപ്പം നമ്മളൊരു രാമൻ എന്ന് പേരായ ഒരു രാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹം അയോധ്യയിലെ രാജാവായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആരാ? നാരായണൻ നായരോ? അല്ല, രാമനാണ്. എന്താ കാരണം? അത് അദ്ദേഹം എന്ന് പറഞ്ഞാൽ സർവനാമാണ്. സർവനാമം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സർവനാമം എന്ന് പറഞ്ഞാൽ സർവത്തിനും പറയാവുന്ന നാമത്തിന്റെ പേരാണ് എന്ത്? അവൻ, ഇവൻ, അവൾ, ഇവൾ, അത്, ഇത് എന്നൊക്കെ പറഞ്ഞതൊക്കെ സർവത്തിനും പറയില്ല നമ്മൾ. അത് എന്നും പറയും, ഇതേ അത് തന്നെ, അതിനും അത് എന്ന് പറയും, ഇത് അത് എന്നൊക്കെ പറയില്ലേ? അതൊക്കെ എല്ലാറ്റിനും പറയുന്ന ഞാൻ സർവനാമ. നാട്ടിലെല്ലാവരും അവനവനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക? ഞാൻ എന്നല്ലേ പറയുക? നീ, ഞാൻ, അവൻ, അവളൊക്കെ എന്താണ്? സർവനാമാണ്. അപ്പം അങ്ങനെയുള്ള സർവനാമത്തിൽ പെട്ടതാണ് ഈ തം. അപ്പം ഈ സർവനാമം നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞാൽ ആ സർവനാമം കൊണ്ട് മനസ്സിലാക്കേണ്ടത് തൊട്ട് മുമ്പ് പറഞ്ഞതാണെന്നൊരു നിയമമുണ്ട് ഭാഷയിൽ. സർവനാമങ്ങൾക്ക് പൂർവ്വപരാമർശകത്വമാണ്. പൂർവ്വപരാമർശകത്വം മുമ്പ് പറഞ്ഞതിനെ സൂചിപ്പിക്കലാണ്. അപ്പോൾ ഇവിടെ അർജുനനാണ് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് നിശബ്ദനായിട്ടിരുന്നത്. അദ്ദേഹത്തോട് എന്ന് പറഞ്ഞ ആരോടാ? അർജുനനോട്. മുമ്പത്തെ ശ്ലോകത്തിന്റെ തുടർച്ചയാണല്ലോ ഇത്. അപ്പൊ തം ഉവാച, ആ അർജുനനോട് പറഞ്ഞു. ആര്? ഹൃഷീകേശ. ഹൃഷീകേശനാ പറഞ്ഞത്. ഹൃഷീകേശൻ ആരാന്ന് മനസ്സിലായില്ലേ? അർത്ഥം പറയണ്ടല്ലോ, മുമ്പ് പറഞ്ഞതാണ്. ഹൃഷീകേശൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? പ്രഹസന്ന ഇവ. പ്രഹസന്നിവ. ഹസന്ന, ഹസം, ഹസിക്കുക എന്ന് പറഞ്ഞാൽ ഹസിക്കുക. ഹാസം ചിരി. മന്ദഹാസം എന്ന് കേട്ടില്ലേ? അട്ടഹാസാണ് പതിവ്, എന്നാലും മന്ദഹാസം എന്നൊക്കെ പറയാറില്ലേ? മന്ദഹാസം എന്ന് പറഞ്ഞാൽ മെല്ലെ മന്ദം ചിരിക്കുന്നതിൻ്റെ പേരാണ് മന്ദഹാസം. അട്ടഹാസം എന്ന് പറഞ്ഞാൽ നാട്ടുകാരൊക്കെ അറിയും. എന്താ കാരണം? ഉച്ചത്തിൽ ശബ്ദിച്ച് ചിരിക്കുന്നതിനാണ് അട്ടഹാസം എന്ന് പറയുക. അപ്പം ഇവിടെ പ്രഹസന്ന്, ഹസിക്കുക, ചിരിക്കുക. അപ്പം ഹസന്ന് എന്ന് പറഞ്ഞാൽ ഹസിച്ചുകൊണ്ട്, പ്രഹസന്ന് എന്ന് പറഞ്ഞാൽ നല്ല മട്ടിൽ ചിരിച്ചുകൊണ്ട്. ചിരിച്ചുകൊണ്ട് എന്നാണോ? അല്ല, ഇവ, ചിരിക്കണ പോലെ. ഇവ എന്ന് പറഞ്ഞ പോലെ. ഇവ ഒന്നിൻ്റെ മാതിരി മറ്റേതെന്ന് പറയാനൊക്കെ നമ്മൾ ഇവ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ പറയല്ലേ, മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. പണ്ടത്തെ രാജാവായത് നന്നായി, പട്ടുമലയൊക്കെ കിട്ടും. ഇപ്പോഴത്തെ രാജാവാണെങ്കിലോ തല്ല് കിട്ടും എന്നാ. പണ്ടത്തെ രാജാവ് ചന്ദ്രനെ പോലെ പറഞ്ഞ് നല്ല തിളക്കണ്ടെന്നാണ്. ഇപ്പോഴത്തെ രാജാവിന് അറിയത് കുണ്ടും കുഴിയാണെന്ന്, മുഴുവനും വസൂരിക്കലിയാണെന്ന് അദ്ദേഹത്തെ. ശരിയല്ലേ? ചന്ദ്രനൊക്കെ കുഴിയാന്നല്ലേ വെച്ചതുള്ളത്. അപ്പം അതല്ല. അപ്പം ചന്ദ്രനെ പോലെ, ഹംസീവ, ഹംസിയെ പോലെ, കാക്കീവ, കാക്കയെ പോലെ. ഇവ എന്ന് പറഞ്ഞാൽ പോലെ എന്നർത്ഥം. സംസ്കൃതത്തിൽ ഇവ എന്നുള്ള ശബ്ദം പോലെ എന്നുള്ള അർത്ഥം. പോലെ എന്നുള്ള അർത്ഥത്തിലാണ് ഇവ എന്ന് പ്രയോഗിക്കുക, യുവ ശബ്ദം. ഇവിടെ പ്രഹസന്ന് ഇവ എന്ന് പറഞ്ഞാൽ ചിരിക്കണ പോലെ എന്നർത്ഥം. ചിരിക്കണ പോലെ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ചിരിച്ചു എന്നാണ് അർത്ഥം. ചിരിക്കണ പോലെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ചിരിച്ചിട്ടില്ല തന്നെ. എന്താ മനസ്സിലായില്ല അല്ലേ? പോലെ എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണോ മുഖം?
ചന്ദ്രനല്ലല്ലോ, ചന്ദ്രനെ പോലെയാണ് എന്നാണ്. അപ്പൊ ചിരിക്കണ പോലെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കണ്ടാ ചിരിക്കണ മാതിരി ഉണ്ട്, ചിരിച്ചിട്ടില്ല ആണ്. ശരിയല്ലേ? ഇത് ഭഗവാൻ ചിരിക്കണ മാതിരി അർജുനനെ നോക്കിയിട്ട് ഉവാച പറഞ്ഞു. എവിടെ വെച്ചിട്ടാ പറഞ്ഞത്? കൊട്ടാരത്തിലോ ഇടവഴിയിലോ? അല്ല, സേനയോഹോ ഉഭയോഹോ മധ്യ. അവിടെ നിന്ന് എവിടേക്കും പോയിട്ടില്ല അവർ കേട്ടോ. ഇന്ന് അർജുന നമുക്ക് ആ മരത്തിന്റെ ചോട്ടിക്ക് നിൽക്കുക, നിനക്ക് ക്ഷീണമുണ്ട്, വെള്ളം കുടിക്കുക, കുപ്പി എടുത്തോളൂ എന്നൊന്നും പറഞ്ഞ് എവിടേക്കും പോയില്ല. അപ്പുറത്തെ മരത്തിന്റെ ചോട്ടിക്കൊന്നും പോയിട്ടില്ല. സേനയോഹോ അവിടെ തന്നെ ഉണ്ടവര്. ഉഭയോഹോ സേനയോഹോ മധ്യേ. ഉഭയോഹോ എന്ന് പറഞ്ഞാൽ രണ്ട്, സേനയോഹോ എന്ന് പറഞ്ഞാൽ സേനകളുടെ മധ്യേ, നടുക്ക്. അർജുനൻ എങ്ങനെ ഇരിക്കുകയായിരുന്നു? അപ്പോ ഈ അർജുനോട് പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്? അർജുനൻ എങ്ങനെ ഇരിക്കുകയായിരുന്നു? കയ്യും കാലൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് നല്ല കേമ? അല്ലല്ല, അങ്ങനെയല്ല. വിഷീദന്തം. എങ്ങനെയാണ് അർജുനന്റെ ഇരിപ്പാണത്? വിഷീദന്തം. വിഷീദന്തം, വിഷീദൻ എന്ന് പറഞ്ഞാൽ വിഷാദിക്കുന്നവൻ. വിഷീദന്തം എന്ന് പറഞ്ഞാൽ വിഷാദിച്ചിരിക്കണവനായിട്ട്. വിഷാദിച്ചിരിക്കുക. വിഷാദം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? വിഷാദം എന്താ? വിഷാദം അതേപ്പോ നന്നായത്. വിഷാദം എന്താ? ദുഃഖാണോ? എന്നാ ദുഃഖം എന്ന് പറഞ്ഞാൽ മതി. ഈ ദുഃഖം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ദുഃഖമല്ല. നെഞ്ചത്തടി നിലവിളിയൊന്നും ഉണ്ടാവില്ല, അത് ദുഃഖത്തിന്റെ ഭാഗ. എന്ത്? നെഞ്ചത്തടി നിലവിളി, ആർപ്പുവിളിയും വിച്ചി മാന്തുക, പറക്കുക, ഉരുളുക, വീഴുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇല്ല ഇവിടെ. വിഷീദൻ, വിഷാദിച്ചിരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ എന്തോ ഒരു സംഗതി നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ഉള്ള മട്ടിലുള്ളൊരു, അങ്ങനെ ഉണ്ടാവില്ലേ? എന്തോ ഒരു വസ്തു പോയാൽ ഉണ്ടാവില്ലേ? ഒരു 5 പവന്റെ മാലയും തൂക്കി ഇങ്ങോട്ട് വന്നു, അത് വഴിയിൽ പോയി. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ബസ്സിലിരിക്കും, എങ്ങനെ ഇരിക്കും? അതിന്റെ പേരാണ് എന്ത്? ആ പോയില്ലോ എന്നുള്ളൊരു വേദന ഉള്ളിൽ ഇങ്ങനെ സഹികെട്ട മട്ടിലിങ്ങനെ കുത്തി കുത്തി പൊന്തിച്ച് വരുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയ്ക്കാണ് എന്ത് പറയുക? നമ്മൾ ബസ് കയറി നെഞ്ചത്തടിച്ച് നിലവിളിക്കുക, അയ്യോ എൻ്റെ ഉണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരാണെന്ന് വെച്ചാൽ വിഷാദിക്കുക എന്ന് പറയരുത്, ദുഃഖിച്ച് നിലവിളിക്കുക എന്ന് പറയണം. വാക്ക് വേറെ പ്രയോഗിക്കണം. വിഷാദിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അനുഭവിക്കുന്ന ആളൊക്കെ നല്ലോണം വിഷമുണ്ടാക്കണ മാതിരിയുള്ള ഉള്ളിലുള്ള ആ വേദനയാണ് എന്ത്? വിഷാദം. അപ്പൊ അർജുനൻ വിഷാദിച്ചിരിക്കുക. അർജുനൻ ഇപ്പൊ എന്തിനാ വിഷാദിച്ചിരിക്കണത്? മാല പോയിട്ടോ? അർജുനൻ ഇപ്പൊ എന്തിനാ വിഷാദിച്ചിരിക്കണത്? മാല പോയിട്ടും കമ്മല് പോയിട്ടും വള പോയിട്ടും പണി പോയിട്ടും ഒന്നുമില്ല. പിന്നെ എന്തിനാണ്? ആരോ എന്തോ പറയണ്ടൊന്നും മനസ്സിലാവണില്ല. അർജുനൻ ഇപ്പൊ എന്തിനാ വിഷാദിച്ചിരിക്കണത്? ആര്? യുദ്ധം ചെയ്യാൻ വയ്യ, മുട്ടുകാലിന്റെ നീര് അല്ലേ? എന്താ മുട്ടുകാലിന്റെ നീര്? കൈ വയ്യായ അങ്ങനെ പൊങ്ങണില്ല, അതുവരെ പൊങ്ങണുള്ളൂ, എന്താ ശല്യ എന്നല്ലേ കടന്ന് നീട്ടപ്പം എങ്ങനെയാണ്? അതുകൊണ്ടാ? അതാണ് അതിന്റെ കാര്യം. അല്ലാണ്ട് അതങ്ങോട്ട് പറഞ്ഞാൽ മതി. എന്താണ്? അവനോന്റെ ആൾക്കാരെ കൊല്ലണ്ടതായിട്ട് വരുന്നൂലോ, എന്നെ പോലെ ഒരു വിഷമം പിടിച്ച ആൾ ആരുണ്ട് എന്ന് ആലോചിച്ചിട്ടാണ് ആര് വിഷമിച്ചിരിക്കുന്നത്? പിടിയിട്ടില്ലേ? അതങ്ങനെ ഇരിക്കുകയാണ്. അർജുൻ ഇവരൊക്കെ അവനോന്റെ ആൾക്കാർ, അതും എല്ലാവരും അവൻ ഇപ്പൊ തുടങ്ങിയത് അവനോന്റെ ആൾക്കാരുടെ തന്നെ. എന്ത് അവനോന്റെ ആൾക്കാരാണ് എല്ലാവരും. ഇപ്പൊ ഈ തോന്നല് കാരണം എങ്ങനെയാ ഇവരെയൊക്കെ ഇനി യുദ്ധം ചെയ്ത് കൊല്ലുക എന്ന് വിഷമിച്ചിരി, അതാണ് വിഷാദം. അതുകൊണ്ടല്ലേ നമ്മൾ അർജുനന്റെ വിഷാദ യോഗം എന്നൊക്കെ നേരത്തെ പറഞ്ഞത്. അതാണ് വിഷാദിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആ പദ്യത്തിന്റെ അർത്ഥം ഒന്ന് നേരാവണ്ണം പറഞ്ഞു നോക്കുക. എങ്ങനെ പറയേണ്ടി വരും? ഇപ്പൊ നമ്മൾ ഓരോന്നിന്റെ അർത്ഥം ഘടിപ്പിച്ചു പറഞ്ഞു. അപ്പൊ പറയുമ്പോ എങ്ങനെ പറയണം? ഇവിടെ അർജുനൻ ഹേ ഭാരത, ഒരു ഭാരത എന്നൊരു വാക്ക് അതിന്റെ ഇടയ്ക്കുണ്ട്. അതെന്തിനത്? ഭാരത എന്നൊരു വാക്കില്ലേ? അതെന്തിനാ വാക്ക് പറഞ്ഞത്? ഭാരത എന്നൊരു വാക്ക് അത് വിളിച്ചതാണ്. ആരെ വിളിച്ചത്? സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കണതാണല്ലോ ഇതൊക്കെ. മറന്നു അതൊക്കെ? സഞ്ജയൻ ആണല്ലോ അത്. യുദ്ധഭൂമിയിലെ യുദ്ധം കണ്ട് 10ാമത്തെ ദിവസം ഓടിപ്പാഞ്ഞ് മഹാരാജാവിൻ്റെ മുമ്പിൽ വന്ന സഞ്ജയനല്ലേ രാജാവിനിത് പറഞ്ഞു കൊടുക്കണത്. ഇപ്പൊ 10 ദിവസത്തെ യുദ്ധം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് കാണണത്? 10 ദിവസം മുമ്പ് നടന്ന കാര്യമാണ് 10ാമത്തെ ദിവസത്തിന് ശേഷം നമ്മൾ കേൾക്കണത്. യുദ്ധം ഈ ഭഗവത്ഗീത ഇപ്പം നമ്മൾ കേൾക്കേണ്ട നടക്കുമ്പോഴത്തെ ഓൺലൈൻ അല്ല. എന്താണ്? ഇത് റെക്കോർഡഡ് ആണ്. ഇത് 10 ദിവസത്തെ ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ അറിയണത്. അതുവരെ ഇദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ പിടിച്ചു വെച്ച 10 ദിവസത്തെ കാര്യമല്ലേ പറയുന്നത്. മനസ്സിലാവുണ്ടോ പറയുന്നത്?
അതാണ്. ഇനി ഭഗവത്ഗീത കഴിഞ്ഞ ശേഷം ഭാഗം പിന്നെ എന്ത് ചെയ്യും? അതാത് സമയത്ത് നമുക്ക് ഇങ്ങനെ നേരെ കാണാൻ പറ്റും. അത് യുദ്ധമൊക്കെയാണ്, നമുക്കിവിടെ ആവശ്യമില്ല, നമുക്ക് ഇത്തല്ലേ ആവശ്യമുള്ളൂ. അതാണ്. അപ്പം ആ സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കാൻ എന്ത്? അപ്പം മഹാരാജാവിനെ ഇടയ്ക്ക് വിളിക്കണമല്ലോ. അത് രാജാവേ, അത് നമ്മൾ ഈ വർത്തമാനമൊക്കെ പറയുമ്പോൾ കുറേ നേരം വർത്തമാനം പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ മറ്റേ ആൾ ചിലപ്പോൾ ഉറങ്ങിപ്പോയോ എന്നൊക്കെ സംശയം. അതെ നാരായണകുട്ടി, ഞാൻ കേൾക്കണ്ട, ഇടയ്ക്കൊന്ന് പേര് വിളിക്കില്ലേ? ഈ പേര് വിളിക്കണം, അതിന് നമ്മൾ സംബോധന ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് ഈ പേരിട്ട് എന്തിനാണെന്നറിയൂ? ആധാർ കാർഡിൽ എഴുതാനോ? അല്ല, പേരിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം. അതിനാണ് നമ്മളിപ്പോൾ എവിടെ ഇരുന്ന് ഇങ്ങനെ എത്ര ആൾക്കാരിയ്ക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയം നമ്മുടെ പേരാരെങ്കിലും വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ ഇതേ പേരുള്ള വേറെ ആൾക്കാരുണ്ടാവുകയെ, അവരെ വിളിച്ചാലും നമ്മൾ ഒന്ന് ഞെട്ടിയാണ്. വേറെ ആരുടെ പേര് വിളിച്ചാലും നമ്മൾ ആ ഭാഗത്തേക്കേ നോക്കുമോ? ഇല്ല. അപ്പം അത് സംബോധന എന്നാ പറയുക. എന്താ സംബോധന? സംബോധന പറഞ്ഞാൽ പേര് വിളിക്കുക. അപ്പം അർജുനൻ ഇദ്ദേഹത്തിനെ രാജാവിനെ വിളിച്ചു. ധൃതരാഷ്ട്ര മഹാരാജാവിനെ സഞ്ജയൻ വിളിച്ചതാണ് അപ്പം നമ്മൾ കേട്ടത്. ഭാരത. ഭാരത എന്ന് പറഞ്ഞാൽ ഭരതന്റെ വംശത്തിൽ ജനിച്ച മഹാത്മാവേ. ഭരതന്റെ വംശമാണല്ലോ എൻ്റെ വംശം. ഭരത വംശക്കാരല്ലേ ഇവര്. ഈ ഭരതനെ ഓർമ്മയില്ലേ? ആരാ ഭരതൻ? ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും മകൻ. പോയി മറന്നുപോയില്ലേ? ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും മകൻ ഒരു ഭരതൻ ഉണ്ടായിരുന്നു, സർവ്വധമൻ എന്ന് പറഞ്ഞ ഉണ്ണി. പിന്നെ കൊട്ടാരത്തിൽ വന്നു. ഭരതൻ എന്ന പേരിൽ പ്രസിദ്ധനായി. അദ്ദേഹം വംശസ്ഥാപകനായിട്ട് തീർന്നു. ആ ഭരതന്റെ വംശത്തിൽ ഉണ്ടായവരായതുകൊണ്ട് ഇവർക്കൊക്കെ എന്ത് പേരുണ്ടായി? ഭാരതൻ. ഇന്ന് ഈ ഭരതന്റെ വംശത്തിനെ കുറിച്ച് പിന്നെ വിസ്തരിച്ച് ഇങ്ങനെ പറഞ്ഞു പോവും. പല കേമത്തരങ്ങൾ പറഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ നമ്മൾ? അപ്പൊ ഭരതന്റെ വംശത്തിൽ ജനിച്ച രാജാവേ ഭാരത. ഇതാണ് ഭാരതവംശത്തിന്റെ പ്രത്യേകത. അപ്പൊ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് മഹാരാജാവിനോട് പറഞ്ഞതാണ്, ഹേ ഭാരത, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, അങ്ങെന്ത് ചെയ്യണം കേട്ടോളൂ, ഞാൻ പറയാം. ഉഭയോഹോ സേനയോഹോ മധ്യേ, രണ്ട് സൈന്യത്തിൻ്റെയും നടക്ക് വിഷീദന്തം തം, വിഷാദിച്ചിരിക്കണവനായ ആ അർജുനനോട് ഋഷികേശനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രഹസന്ന് ഇവ, ചിരിക്കണ മാതിരി, ഇതം വച ഉവാച, ഇങ്ങനെയുള്ള വാക്കിന് ഇതം ചൽ ഈ ജാതി, ഈ മട്ടിലുള്ളതായ വച വാക്കുകളെ ഉവാച പറഞ്ഞു. ഉവാച പിന്നെ നമ്മൾ കുറേ പറഞ്ഞതാണ്, പിന്നെ അതിന് അർത്ഥം പറഞ്ഞു. ഉവാച പറഞ്ഞു. ഭഗവാൻ ചിരിക്കണ മാതിരിയാ പറഞ്ഞത്. ആരോട്? അർജുനോട്. ചിരിക്കണ മാതിരി അർത്ഥം എന്താ? ഇപ്പം നമ്മൾ അർജുനൻ ഇവിടെ വല്ലാതെ ദണ്ണായിട്ട് വിഷമിച്ച് ഇങ്ങനെ ക്ലേശിച്ച് വല്ലാതെ വിഷമിച്ചിരിക്കുമ്പം ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ ചിരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നന്നാവോ കേമാവോ? എങ്ങനെ ഉണ്ടാവുക? ഒരാളിപ്പോൾ സുഹൃത്തായിക്കോട്ടെ ആരായിക്കോട്ടെ, നമ്മുടെ അടുത്തൊരാൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിരിച്ചിരിക്കുക വെച്ചാൽ അതൊരു എന്തായിട്ട് തോന്നും? പരിഹാസമായിട്ട് തോന്നും, വില കുറച്ച മട്ടായിട്ട് തോന്നും, കളിയാക്കിയ മാതിരി തോന്നും, നിന്ദിച്ച മാതിരി തോന്നും. ഇങ്ങനത്തെ തോന്നലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭഗവാൻ പരിഹസിച്ച് ചിരിച്ചതല്ല. അന്ന് ചിരിക്കണ മാതിരി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മുഖത്തേക്ക് നോക്കി എന്ത് തോന്നും? ചിരിക്കുക എന്ന് തോന്നും. എന്നാ ചിരിച്ചോ? ഇല്ലേ? ഇനി അതിൻ്റെ അർത്ഥം എന്താ? മുഖത്തേക്ക് നോക്കിയാൽ ചിരിച്ച മാതിരി തോന്നും ചെയ്യും, എന്നാൽ ചിരിച്ചിട്ടും ഇല്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? അതായത് അതിന് വലിയൊരു അർത്ഥമുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താ ചെയ്തേശുണ്ടോ? അർജുനൻ്റെ ആ ഒരു വലിയ വൈഷമ്യമുള്ള ആ ഒരു സ്ഥിതിയില്ലേ, എന്തോ ഒരു വലിയ ഇപ്പം പൊട്ടിത്തെറിക്കാൻ പോണ മാതിരിയാണ് ആര് നിൽക്കണത്? അർജുനൻ്റെ ഉള്ളിലത്തെ വേദന അത്രയ്ക്കുണ്ടേ, നമുക്ക് മനസ്സിലാവില്ല. ആണ്, നമ്മളൊന്നും യുദ്ധത്തിന് പോയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് അർജുനൻ ആ സന്ദർഭത്തിൽ ഇങ്ങനെ കലശല കൂട്ടി യുദ്ധത്തിന് നിൽക്കുമ്പോൾ എന്താ അല്ലേ എന്നുള്ള മട്ടിലിങ്ങനെ നിൽക്കും. അതാണ് ഓരോ പദങ്ങൾ മാധവ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടതിൻ്റെ ഇടയ്ക്ക് ഇല്ലേ? ജനാർദ്ദന എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്നും പതിവില്ല. ജനാർദ്ദനൻ ചെന്താർത്ഥം ദുഷ്ടന്മാരെയൊക്കെ അങ്ങ് നേരെയാക്കിയിട്ടുണ്ട്. അതുപോലെയല്ല, അതൊക്കെ അച്ചോളുടെ മക്കൾ, അമ്മായിയുടെ മക്കൾ, അമ്മാവൻ്റെ മക്കൾ, മുത്തശ്ശന്മാർ അവനോൻ്റെ ആൾക്കാരാണേ. ശരിയല്ലേ? ഇത് അങ്ങ് കൊന്നതൊന്നും അവനോൻ്റെ ആൾക്കാരിയൊന്നുമില്ല. അങ്ങ് കൊന്താരെയാണ്? മധു അസുരനെയാണ് കൊന്നത്. അതൊക്കെ കൊല്ല എളുപ്പമാണ്. അമ്മാവനെ കൊന്ന കാര്യം മിണ്ടിയിട്ടുമില്ല. കംസദമന എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു പ്രയോഗം ഉണ്ടായില്ലല്ലോ ഇവിടെ. അതാണ് മനഃപൂർവ്വം ആരൊഴിവാക്കി? അർജുനൻ നല്ല വിവരമുള്ള ആളാ. അതുകൊണ്ട് വേണ്ടാത്തൊക്കെ ഒഴിവാക്കിയിട്ടാണ് എന്ത് ചെയ്തത്? അങ്ങക്കിപ്പോൾ എന്നോട് പറയാം, കാരണം അങ്ങ് കൊന്നവരൊക്കെ അസുരന്മാരെ, രാക്ഷസന്മാരെ, കാട്ടാളന്മാരെ, ശത്രുക്കളെയൊക്കെ കൊന്നു. പക്ഷെ ഇന്നൊക്കെ ഇപ്പോൾ കൊല്ലാൻ നിർദ്ദേശിക്കേണ്ട ആരെ കൊല്ലാനാണ്? മുത്തശ്ശൻ, ഗുരുനാഥൻ, പിന്നെ ജ്യേഷ്ഠന്മാര്,
അനിയന്മാരെ ബന്ധുക്കൾ ഇവരൊക്കെ കൊല്ലാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ പ്രയോഗങ്ങൾ ഓർമ്മയിൽ വെച്ചോളൂ. ഇപ്പം അർജുനൻ്റെ മനുഷ്യൻ്റെ ഒരു വലിയ വൈഷമ്യം, നമ്മൾ ഈ ഭഗവത്ഗീത കുറേ കാലമായിട്ട് വായിക്കുന്നുണ്ട്, നമുക്കൊരു നിലവിലില്ല. എന്ത് അർജുനൻ്റെ കാര്യം ആലോചിച്ചിട്ട് വേവലാതി ഇല്ലാണ്ടിരിക്കാൻ കാരണം എന്താണെന്ന് അറിയാം, നമ്മളിത് മുട്ടിന് ഇങ്ങനെ കേട്ടിട്ടേ ഏത് ശരി കുറേ ഇങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടാവണ ഇരുന്നില്ലേ. അപ്പം ആദ്യമായിട്ട് അത് കേൾക്കണമെന്ന് വെച്ചാൽ നമുക്ക് അർജുനനെ വല്ലാണ്ട് ഇങ്ങോട്ട് മനസ്സിലാവും. എന്തുകൊണ്ടാണെന്നറിയോ, അതൊരു വല്ലാത്തൊരു ഭാവമാണ്. ആ മട്ടിലിരിക്കുന്ന അർജുനനോട് ഭഗവാൻ പുഞ്ചിരിക്കുന്ന മാതിരി പറഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ, അതായത് അർജുന ഇത്രയ്ക്കൊന്നും വേവലാതിപ്പെടാനൊന്നും ഇല്ലടോന്ന്. എന്തടോന്ന് മനസ്സിലായില്ലേ? നീ എന്തപ്പോൾ ഇങ്ങനെ ഇരിക്കണത്, ചിരിക്കടോ നീയൊന്ന് ആരെ, അത്രയ്ക്കൊന്നും ഇല്ല കുട്ടിയെ എന്ന് പറഞ്ഞിട്ടൊരു സമാധാനിപ്പിക്കുമ്പോൾ ഒരു പ്രസന്നതയില്ലേ, ആ പ്രസന്നത അത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടോ, നമ്മൾ ഈ ഭഗവത്ഗീത ആയിക്കോട്ടെ, ഭാരതം ആയിക്കോട്ടെ, ഭാഗവതം ആയിക്കോട്ടെ, ഭഗവാന്റെ ഏതേത് ഗ്രന്ഥം, വിശേഷിച്ച് മഹാഭാരതം ഒക്കെ വായിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ ചിരിച്ചു എന്നിങ്ങനെ പറയും. ഇനി മഹാഭാരതം മുഴുവൻ വായിക്കുമ്പോൾ നോട്ട് പുസ്തകം പേനയായിട്ട് ഭഗവാൻ ചിരിച്ചതൊക്കെ ഒന്ന് എഴുതി വെച്ച് നോക്കൂ, ആ ചിരിച്ചടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നാണ്. ആ പറ്റുന്ന ചെയ്തു നോക്കാൻ വേണമെങ്കിൽ എവിടെയൊക്കെയാണ് ഭഗവാൻ ചിരിച്ചു എന്ന് പറഞ്ഞത് അവിടെയൊക്കെ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടോ? വെറുതെ ചിരിക്കില്ല. ഭഗവാന്റെ ആ ഒരു ഭാവത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയൂ, നമ്മളെപ്പോഴും കണക്കാക്കണം. അതായത് ഈ ലോകത്തിൽ ചിരിച്ചും കൊണ്ട് വന്നയാളാണ് ആര്? ഭഗവാൻ. നമ്മളൊക്കെ വന്നെങ്ങനെയാണ്? അമ്മയോട് ചോദിച്ചു നോക്ക് പോയിട്ട് ഇങ്ങനെ വന്നതെന്ന്, നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. എന്തായിരുന്നു അല്ലേ, ചീവീടിൻ്റെ മാതിരി നിലവിളിച്ചിട്ട് അടുത്ത വീട്ടുകാർ വരെ വിറ്റുപോയി. എന്നിട്ട് അല്ലറിയിട്ടല്ലേ എന്തൊരു ജാതി ശബ്ദത്തിന് നിലവിളിച്ച് അന്ന് തുടങ്ങിയതാണ് നിലവിളിക്കുക. ഇനി മരിക്കുമ്പോൾ എന്തുണ്ടാവും, നമ്മളല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ആരെങ്കിലുമൊക്കെ നിലവിളിക്കും. ആളെ കുറവായിരിക്കും എന്നാലും ഇല്ലേ, ചിലപ്പോൾ നമ്മൾ നിലവിളിച്ചിട്ടൊക്കെ പറയാൻ പറ്റില്ല. അപ്പം നിലവിളിച്ചും കൊണ്ട് വരുന്നു, എന്നിട്ട് നിലവിളിച്ചും കൊണ്ട് പോകണു, അങ്ങനെയൊക്കെയല്ലേ പതിവ്. ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ പോലെയുള്ള ആളല്ലേ? അദ്ദേഹം വന്നത് തന്നെ എങ്ങനെയാണ്? തമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാര്യുതായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാർഹ വൈഡുര്യ കിരീട കുണ്ടലത്വിഷാ പരിശുക്ത സഹസ്രകുന്തളം ഉദ്ദാമകഞ്ചങ്കത കങ്കണാദിഭിർവിരോചമാനം. തിളങ്ങി പ്രകാശിച്ച് അങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കണ ഭഗവാനാണ് വസുദേവ ഐക്ഷത. കാരാഗ്രഹത്തിൽ വസുദേവര് കണ്ടത് ചിരിച്ചുകൊണ്ടാ വന്നത്. ഇനി പോകുമ്പോഴോ സുന്ദരസ്മിത വക്ത്രാബ്ജം നീലകുന്തള മണ്ഡിതം പുണ്ടരീകാഭിരാമാക്ഷം സ്ഫുരൻ മകരകുണ്ടലം. ഭഗവാൻ പോണ പോക്കാതൊക്കെ എന്താ പറഞ്ഞത്? സുന്ദരസ്മിത വക്ത്രാബ്ജം. ഇതൊരു ഭംഗിയുള്ള പുഞ്ചിരിയ പോണ സമയത്ത് നമ്മളൊക്കെ പോകുമ്പോഴേക്കും നിലവിളിച്ച് അതുപോലെ കരുവാളിച്ച് നീല നിറായി നാട്ടുകാരെയൊക്കെ പേടിപ്പിച്ച അല്ലെ, ആലോചിച്ച് നോക്കൂ. ആ സാധാരണക്കാരായതുകൊണ്ടാണേ ഭഗവാൻ സുന്ദരസ്മിത വക്ത്രാബ്ജം നീലകുന്തള മണ്ഡിതം. ഭഗവാന്റെ മുടിയുടെ നീലം കറുകറുന്നനുള്ള മുടി എന്നാ പറഞ്ഞത്. എങ്ങനത്തെ മുടി? വയസ്സ് 125 നമ്മൾ 23ാമത്തെ വയസ്സ് തുടങ്ങിയതാ മഷി ഇല്ലേ? അവിടെ 125 കഴിഞ്ഞിരിക്കുന്ന മുടിയാണ് നീലകുന്തള മണ്ഡിതം എന്നാണ്. എന്തൊരു കറുകറുപ്പാ മുടിക്കെന്ന്. അത് മനുഷ്യ ശരീരമല്ല വിശേഷം. 125 വയസ്സായിട്ടോ കുറച്ചെങ്കിലൊക്കെ നരക്കില്ലേ? മുടിനൊന്നും ഇല്ലെങ്കിലും മുട്ടൂല്ല അത്രയും. അതാണ് വിശേഷം. എന്താ ഭഗവാൻ എന്നാ പറഞ്ഞത്? പുണ്ടരീകാഭിരാമാക്ഷം. കണ്ണൊക്കെ എന്തൊരു പുണ്ട് താമരപ്പൂ പോലെ. നമ്മുടെ കണ്ണൊക്കെ കുറെ കാലം കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി തുടങ്ങി. പറയാൻ പറ്റില്ലേ, സാധാരണക്കാരനല്ല. ആരാ? അതാണ് പുണ്ടരീകാഭിര സ്ഫുരൻ മകരകുണ്ടലം. ആ മകരകുണ്ടലം എന്നൊക്കെ പറഞ്ഞാൽ മകര മത്സ്യത്തിൻ്റെ കുണ്ടലൊക്കെ നന്നായി സ്ഫുരിക്കണമെങ്കിൽ കാതൊക്കെ നേരെ നിൽക്കണം. കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ കാതിൻ്റെ ഒട്ടയ്ക്ക് ഇങ്ങനെയൊക്കെ ആയിട്ട് കമ്മല ഉണ്ടാകും. ഇവിടെ ഇട്ട കമ്മലൊക്കെ അവിടേക്ക് പോകും. ഉണ്ടല്ലേ? സാധാരണക്കാരൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതല്ലേ സ്ഫുരൻ മകരകുണ്ടലം. കട്ടിസൂത്ര ബ്രഹ്മസൂത്ര കിരീട കട്ടകാംഗതൈഹി. വിശേഷപ്പെട്ട ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടേ അതായത് ആ ഭഗവാന്റെ മഹിമയ്ക്കൊരു കുറവില്ല. അങ്ങനെയുള്ള ഭഗവാനാണ് ഇപ്പം ഇവിടെ എന്ത് ചെയ്യണത്? അർജുനൻ്റെ നേരെ നോക്കിയിട്ട് ചിരിക്കണ മതി എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയൂ? അതിന് പ്രത്യേകത എന്താ? അതായത് ഭഗവാൻ ലോകത്തിൽ വന്ന് അവതരിച്ചിട്ട് എല്ലാ പ്രവൃത്തികളെയും, ഏത് പ്രതിസന്ധികളെയും, ഏത് കഷ്ടസ്ഥിതി ആയിക്കോട്ടെ, ഏത് ദുരിതഘട്ടമായിക്കോട്ടെ, ഇനി സന്തോഷമായിക്കോട്ടെ, ഏതേത് ജീവിത പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോഴും ഭഗവാൻ അതിനെയൊക്കെ എങ്ങനെയാണ് നേരിട്ടത്? പുഞ്ചിരിച്ചുകൊണ്ട് നേരിടുമ്പോഴേ ഒരു ശക്തി കിട്ടും.
ഇല്ലെങ്കിലോ വെപ്രാളപ്പെടുമ്പോഴും വേവലാതിപ്പെടുമ്പോഴും എന്താ ഉണ്ടാവുന്നത്? പരീക്ഷയ്ക്ക് നമ്മൾ രാവിലെ പോകുമ്പം നന്നായിട്ട് പഠിച്ച മനുഷ്യരിത്തിരി കുട്ടിയാണെങ്കിൽ കടലാസും പുസ്തകമൊക്കെ മടക്കി അവിടെ പുറത്ത് വെച്ചിട്ട് പോകുമ്പം പഠിച്ചു കൂട്ടി ഉണ്ടോ? ചെല്ലുമ്പം കടലാസ് കാണുമ്പം എന്ത് തോന്നും? അല്ലൊക്കെ പഠിച്ചിട്ടാണെങ്കിൽ പോകുമ്പോൾ കണ്ണുരുട്ടി മിഴിച്ച് പോയാലോ കടലാസ് കാണുമ്പോൾ എന്ത് തോന്നും?